ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് കോഴിക്കോട് ബീച്ചിൽ മാത്രം കിട്ടുന്ന ഗ്രീൻ പീസ് എഗ്ഗ് മസാലയാണ് കേട്ടോ. ഇത് ഉണ്ടാക്കുന്നതിൻ്റെ മുമ്പ് 3-4 മണിക്കൂറെങ്കിലും വെള്ളത്തിലിട്ട് വെക്കുക. എന്നിട്ട് നല്ലവണ്ണം കഴുകിയതിന് ശേഷം വെള്ളം വാർന്നിട്ട് നമ്മൾ കുക്കറിലോട്ട് ഇട്ട് ഉപ്പും 2 ഗ്ലാസ് വെള്ളവും ചേർത്ത് 2 വിസിൽ അടിക്കുക. ശേഷം നമ്മൾ ഒരു ചട്ടി അടുപ്പത്തിലോട്ട് വെച്ച് അത് ചൂടായി വരുമ്പോൾ അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് ഉള്ളി ചെറുതായി എരിഞ്ഞതും അതിലേക്ക് ഉപ്പും ഇട്ട് നന്നായി ഇളക്കുക. ഇളക്കിയതിന് ശേഷം പച്ചമുളകും കറിവേപ്പിലയും ഇട്ട് ഒന്നും കൂടി ഇളക്കുക. ശേഷം തക്കാളി ഇട്ട് കൊടുക്കുക. കുനുകുന എരിഞ്ഞ് തക്കാളി ഇട്ട് കൊടുക്കുക. തക്കാളി ഒന്ന് വഴന്ന് വരുമ്പോൾ അതിലേക്ക് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, കുരുമുളക് എന്നിവ ചേർത്ത് നന്നായി ഇളക്കുക. എന്നിട്ട് അല്പനേരം മൂടി വെക്കുക. വീണ്ടും ഇളക്കുക. എന്നിട്ട് അതിൻ്റെ നടുഭാഗം ഒഴിച്ച് അതിലേക്ക് മുട്ട ഒഴിക്കുക. ശേഷം നന്നായി ഇളക്കുക. നന്നായി ഇളക്കിയതിന് ശേഷം അതിലേക്ക് ഗ്രീൻ പീസ് ഇട്ട് കൊടുക്കുക. കുറച്ച് നേരം കൂടി ഇളക്കുക. എന്നിട്ട് അത് കയ്യിലുണ്ടെങ്കിൽ സോയാ സോസ് ഒഴിക്കുക. ഒന്ന് മൂടി വെക്കുക. എന്നിട്ട് ഒരു പ്ലേറ്റിലോട്ട് ഇട്ട് നമുക്ക് കഴിക്കാവുന്നതാണ്. എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മറക്കല്ലിട്ടാലും ഇതിൻ്റെ ഒപ്പം ഒരു ചായയും പാൽ ചായയും എന്തൊരു ടേസ്റ്റ്. കോഴിക്കോട് ബീച്ചിലോട്ട് പോകണം തന്നെയല്ലേ, നമ്മളെ വീട്ടിലൊക്കെ ഇത് ഉണ്ടാക്കാം. ഒരു ദിവസമെങ്കിലും ഉണ്ടാക്കി കഴിച്ച് നോക്കൂ. ഇതിൻ്റെ ടേസ്റ്റ് എന്ന് പറയുന്നത് കയ്യിലുണ്ടെങ്കിൽ ഗരം മസാലയും ആവാം. ഞങ്ങളോടത് പെട്ടെന്ന് കാലിയായി പ്ലേറ്റ്. അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ടോ. എന്നിട്ട് അഭിപ്രായം പറയും. എല്ലാവരും കമൻറ്റ് ചെയ്യുന്നുണ്ടോ. ഇന്ന് കഴിഞ്ഞാലും നമ്മൾ കറിയിലോട്ടൊക്കെ ടേസ്റ്റിന് വേണ്ടി ഇടുന്ന കറിവേപ്പില പിന്നെയും പുറത്താണല്ലേ. ഞങ്ങളതും പുറത്ത് തന്നെയാണ്. അപ്പം മറക്കല്ലിട്ടോ, ആരും സബ്സ്ക്രൈബ് ചെയ്യേ, കമൻറ്റും ഷെയറൊക്കെ ചെയ്തുകൂടി.